ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം, പറ്റിയാൽ ജയിലിൽ അടയ്ക്കണം. ഇപ്പോൾ സിറാജ് പത്രത്തിൻ്റെയും കാന്തപുരത്തിൻ്റെയൊക്കെ ആവശ്യം അങ്ങനെയാണ്. വെള്ളാപ്പള്ളി ചെയ്ത തെറ്റ് രണ്ടാണ്. ഒന്ന്, കേരളത്തിലേക്ക് രാജ്യസഭ എംപിമാരെ തീരുമാനിച്ചപ്പോൾ 3 ന്യൂനപക്ഷത്തിന് കൊടുത്തു. രണ്ടാമത്തെ തെറ്റ്, അതാണ് ആദ്യം പറഞ്ഞത്, മുസ്ലിങ്ങൾ പിന്നാക്ക സമുദായങ്ങൾക്കും ഹിന്ദുക്കൾക്കും അർഹതപ്പെട്ടതൊക്കെ തട്ടിയെടുക്കുന്നു. ഇത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതാണ്. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണം. എന്തു പറയുന്നു? വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാനൊന്നും വകുപ്പൊന്നുമില്ല. കേരളത്തിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇതുപോലെ എന്തെങ്കിലും ഗ്രീവൻസ് പറഞ്ഞാൽ അപ്പം തന്നെ കേസെടുക്കണം. ഇവരിതിനു മുമ്പ് വെള്ളാപ്പള്ളിയെ ഇതുപോലെ ക്യാമ്പയിൻ ചെയ്ത് കേസ് എടുപ്പിച്ചിരുന്നു. നൗഷാദ് വിഷയം. അപ്പോൾ അതിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ട് ജസ്റ്റിസ് ഭവദാസിന് എഴുതി, ഈ മനുഷ്യനൊരു ഗ്രീവൻസാണ് ഉന്നയിച്ചത്, ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല, പിന്നെ പോലീസ് കേസ് ചാർജ് ചെയ്തു, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വേണമെന്ന് പറയുന്നു, ഞാനത് കൊടുക്കുന്നു. വാസ്തവത്തിൽ ഇതൊരു ഗ്രീവൻസാണ്. അവന് കൊടുത്തു, എനിക്ക് തന്നില്ല. അത് ശരിയല്ലായിരുന്നു. ഒരു ഹിന്ദു മരിച്ചപ്പോൾ 2 ലക്ഷം, മുസ്ലിം നൗഷാദ് മരിച്ചപ്പോൾ 10 ലക്ഷം. ഇതാണ് കോടതിയും പറഞ്ഞത്. ഇതിനകത്ത് ഇനിക്വാലിറ്റിയാണ് ഈ മനുഷ്യൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മതവിദ്വേഷമോ തേങ്ങയൊന്നുമല്ല. മതത്തിൻ്റെ പേരിൽ നിങ്ങൾ വിവേചനം കാണിക്കുമ്പോൾ അതൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കുന്ന ആൾ വിദ്വേഷം പരത്തുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ടല്ലേ വിദ്വേഷം ഉണ്ടായത്, അല്ലാതെ അത് ചൂണ്ടിക്കാണിച്ച ആളാണ് കുറ്റക്കാരൻ. ഇതുപോലെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇവരെല്ലാവരെയും കേസ് കാണിച്ചാണ് ഭയപ്പെടുത്തുന്നത്. എനിക്ക് മനസ്സിലാവില്ല എന്ത് കേസാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. ഇനി എന്തെങ്കിലും എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉള്ള ആൾക്കാരാണല്ലോ. കാന്തപുരം പിണറായിയുടെ വളരെ അടുത്ത ആളാണ് അല്ലേ? കാന്തപുരം മുസ്ലിയാർ, അവരുടെ അരിവാൾ സുന്നി എന്നാണ് നേരത്തെ മുതൽ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് അടുപ്പമുണ്ട്. എടുപ്പിച്ച ഒരു കേസ് കാരണവരുടെ പേരിൽ എന്ത് പറഞ്ഞെടുക്കും? ചുമ്മാ അങ്ങ് എടുക്കും. 153A. ആരെ പെണ്ണും പൂട്ടാലോ. എല്ലാ പിണറായി വിജയൻ ഏറ്റവും അധികം രജിസ്റ്റർ ചെയ്ത കേസുകൾ 153A ആണ്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് കുഴിയും വെള്ളവും നിറഞ്ഞ് കിടക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഒരാൾ ടാഗ് ചെയ്തു, വീണ ജോർജിന് ടാഗ് ചെയ്തു. അതിന് 153A എടുത്തു. 2 വിഭാഗങ്ങൾ തമ്മിൽ വഴക്കടിക്കാൻ ശ്രമിച്ചു എന്നാണ് അതിൻ്റെ 153യുടെ ഉള്ളടക്കം. ഇത് 2 വിഭാഗം തമ്മിൽ വഴക്കുണ്ടാകുന്ന ഇങ്ങനെ ഈ ബസ് സ്റ്റാൻഡ് കുഴിയും വെള്ളം കയറി കിടന്നു കഴിഞ്ഞാൽ. പക്ഷേ എടുത്തു കേസ്. അപ്പോൾ 153A പുള്ളിക്ക് ഇഷ്ടപ്പെട്ടൊരു വകുപ്പാണ്. പോലീസുകാർക്കും എല്ലാം 153A ഇഷ്ടപ്പെട്ട വകുപ്പാണ്. 3 മുതൽ 7 വർഷം വരെയാണ് 153യുടെ ശിക്ഷ. അപ്പോൾ 3 വർഷം എന്ന് മനസ്സിൽ തീരുമാനിച്ചാൽ സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടാം. അതല്ല 7 വർഷമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊടുക്കാതെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യാം. ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ ജാമ്യം കിട്ടിയെന്ന് വരും. എങ്ങനെ വേണമെങ്കിലും കളിക്കാവുന്ന ഒരു സാധനമാണ് 153. അതുകൊണ്ട് കുമ്മനം രാജശേഖരൻ്റെ പേരിൽ 153, PC ജോർജിൻ്റെ പേരിൽ 153, വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ 153. ഓൾറെഡി ഒരെണ്ണമുണ്ട്. ഇപ്പോൾ അടുത്തത് വരും. വരാതിരിക്കുകയൊന്നുമില്ല. കാരണം ഇത്രയും പേരെ ആവശ്യപ്പെടുമ്പോൾ FIR ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? സിറാജിൽ മുഖപ്രസംഗം വന്നു. പിന്നെന്താ വേണ്ടേ? അപ്പോൾ അത് ഉറപ്പായിട്ട് കാരണവരുടെ പേരിൽ ഒരു കേസ് കൂടെ വരും. പക്ഷേ അപ്പോൾ എൻ്റെ ഒരു സംശയം, ഞാൻ ഇന്നലെ മീഡിയ വണ്ണിലെ ചാനൽ ചർച്ച കണ്ടു. അജിംസ് ചർച്ച ചെയ്ത വിഷയം ഇതായിരുന്നു. അജിംസ് BJPയുടെ പ്രതിനിധിയായ ചെറുപ്പക്കാരനോട്, ഞാൻ പേര് പറയുന്നില്ല, ചോദിക്കുന്നു, ശരി എന്താണ് ഇങ്ങനെ ഹിന്ദുക്കളോട് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് കൊടുക്കുന്നത്, അതൊന്ന് പറ. വെള്ളാപ്പള്ളി വീണ്ടും പറയുന്നു, കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി വരും. മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ എന്താ പ്രശ്നം? ഇത് ഉത്തരം പറയാൻ BJP പ്രതിനിധി കഴിയുന്നില്ല. അദ്ദേഹം അത് SNDPക്കാർക്ക് പരാതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകുന്നതല്ലാതെ 1, 2, 3 പറഞ്ഞ് ഇന്ന പ്രശ്നങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ BJP പ്രതിനിധിയല്ലേ അതിന് ഉത്തരം പറയേണ്ടത്. അല്ല, വെള്ളാപ്പള്ളി പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? വെള്ളാപ്പള്ളി പറയുന്നതിൽ കാര്യമുണ്ട്. അതെന്തായിരിക്കും? ഞാൻ ഈ ആളുകൾക്കിത് ഒന്ന് മനസ്സിലാക്കുക. PSCയിൽ മുസ്ലിങ്ങൾക്ക് സംവരണമുണ്ട്. KPSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 10% സംവരണം. 10ആണോ 12ആണോ, ഏതായാലും 10 ഉറപ്പാണ്. എന്തിനാണിത്? കേരളത്തിൽ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ലാത്ത എന്താവശ്യതയാണ് മുസ്ലിങ്ങൾക്കുള്ളത്? ക്യാൻ യു ജസ്റ്റിഫൈ ദാറ്റ്? അന്യായമായ അനർഹമായ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കലല്ലേ ചെയ്യുന്നത്, അല്ലേ? ഇതാണ് അനർഹമായ ആനുകൂല്യം നമ്പർ 1. ഇതിനെ തുടർന്ന്
സച്ചാർ കമ്മിറ്റിയെ തുറന്ന് കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന് കയ്യും കണക്കും കൊണ്ടുപോകുക. എത്ര സ്കോളർഷിപ്പാണ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത്? ഇവിടെയും ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ. ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ലാത്ത എന്തവശതയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേകം സ്കോളർഷിപ്പ് കൊടുക്കാൻ? മുസ്ലിങ്ങൾക്ക് പ്രത്യേകം സ്കോളർഷിപ്പ്, മുസ്ലിങ്ങൾക്ക് പ്രത്യേകം IAS കോച്ചിങ് ഫ്രീ, അന്യമതക്കാർക്ക് പ്രവേശനമില്ല. ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ക്ഷേത്രത്തിൽ ബോർഡ് വെച്ചു, വലിയ ധാർമ്മിക രോഷമാണ്. മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് IAS കോച്ചിങ് നടക്കുന്നു കേരളത്തിൽ. നടക്കുന്നില്ലേ? സർക്കാർ ചില അനർഹമാണ്, അനർഹമാണ്. ഇത് പറഞ്ഞതിന് ഞാനൊന്ന് അനുഭവിച്ചതാണ്. അപ്പം ഇത് പറയാൻ BJP പ്രതിനിധിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല അതിന്. അത് BJPക്കാരോട് ചോദിക്കും എന്താ പറയാത്തതെന്ന്. അവർക്ക് ഈ പലവിധ മതേതരത്വം തലയ്ക്ക് പിടിച്ച ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അവർക്ക് പറയാൻ പഠിക്കാത്തതോ എന്തോ ആയിക്കോട്ടെ. I will not comment on that part. അതുപോലെ ഈ അജിംസ് ഇതുപോലെയുള്ള ഇവരുടെയൊക്കെ പേര് ഞാൻ പറയുന്നത് തന്നെ മോശമാണ്. ഒരു മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. അതിലൊന്നും കാര്യമൊന്നുമില്ല. ഗ്രൗണ്ട് ലെവലിലെ ഇൻഫർമേഷൻ ഇവരുടെ ആരുടെയും കയ്യിലില്ല. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴാണോ? ഗോ ബാക്ക് ടു 1988, എത്ര വർഷം മുമ്പ് ഞാൻ കെൽട്രോണിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഒരു സുഹൃത്ത് മുസ്ലിമാണ്, എന്നേക്കാൾ 2 വയസ്സ് ഇളയത്. ബട്ട് അവൻ ഈ പറഞ്ഞ ഫാസ്റ്റ് ട്രാക്കിൽ എൻ്റെ ഒപ്പം എത്തിയിരിക്കുന്നു. അയാളുടെ പേര് ഞാൻ പറയില്ല, കാരണം ഇപ്പോഴും അയാൾ എവിടെയെങ്കിലും ഉണ്ടാവും, മരിച്ചൊന്നും പോയി കാണില്ല. എന്നേക്കാൾ 2 വയസ്സ് ഇളയതല്ലേ. ഏതെങ്കിലും ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്നുണ്ടാകും. മോശമാണ് പേര് പറയുന്നത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, മോഹൻദാസേ, എനിക്ക് നിന്നെ ഓർത്ത് വലിയ സങ്കടമുണ്ട്. എന്താടാ അത്? അല്ല, ഞാൻ നിൻ്റെ ജൂനിയറായിട്ടാണ് എൻജിനീയറിങ് പാസ്സായത് 2 വർഷം. 2 വർഷം ഇവിടെയും കെൽട്രോണിലും ഞാൻ ജൂനിയറായിരുന്നു. ബട്ട് എനിക്കൊരു അനാവശ്യ ലിഫ്റ്റ് കിട്ടി. അന്നെന്തോ അഹമ്മദ് മന്ത്രിയോ വ്യവസായ മന്ത്രിയോ എന്തോ ആയിട്ട്. ഐ ഡോണ്ട് കെയർ. ചിലപ്പോൾ അങ്ങനെ കാരിയറിൽ എന്തെല്ലാം സംഭവിക്കുന്നു. മന്ത്രിയുടെ അടുപ്പക്കാരനെ ഒന്ന് കയറ്റി വിടുന്നു, വേണ്ട ട്രാൻസ്ഫർ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിൻ്റെ പിന്നാലെ ഇന്ന് ഞാൻ വിഷമിച്ച് നടക്കാറൊന്നുമില്ല. ഓക്കെ, സംബടി ഗോട്ടിൻ. അപ്പോൾ അതൊരു വലിയ വിഷയമല്ല എന്ന് ഇവന് പറയാം. ഇവൻ പറഞ്ഞു, എനിക്ക് ഈ പ്രായത്തിൽ 18 വയസ്സുള്ള പച്ചക്കരിമ്പ് പോലെയുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ പറ്റും. എൻ്റെ ഭാര്യ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ. നിനക്കത് പറ്റില്ല. ഐ പിറ്റി യു. തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ. ഇവൻ സൂപ്പർസോണിക് ഡീസൻ്റാണ്. അവന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവൻ വേറെ പെൺപിള്ളേരെ പിന്നാലെ ഇളയൊലിപ്പിച്ച് നടക്കുന്നവനുമല്ല, വുമനൈസറുമല്ല, ഒന്നുമല്ല. ബട്ട് ദർ ഈസ് ആൻ ഓപ്ഷൻ എന്നവൻ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഐ ക്യാൻ ഡൂ ദാറ്റ് ലെജിറ്റിമേറ്റ്ലി, വിച്ച് യു കനോട്ട് ഡൂ, മൈ ഡിയർ ഫ്രണ്ട്. ഹൗ ഹെൽപ്ലെസ് യു ആർ. ഞങ്ങൾ അത്ര അടുപ്പക്കാരാണ്. തമാശയായിട്ട് പറഞ്ഞതാണ്. എനിക്ക് അവനോടൊരു വിരോധമില്ല. അതിനുശേഷം വി കണ്ടിന്യൂ ടു ബി ഫ്രണ്ട്സ് ടിൽ ഐ വാസ് ഇൻ കെൽട്രോൺ. ബട്ട് യു സീ, ദർ ഈസ് എ മെറിറ്റ് ഇൻ വാട്ട് ഹി സെഡ്. ഇല്ലേ? എന്തിനാണ് ഇവർക്ക് ഈ 4 കല്യാണം കഴിക്കാനുള്ള അനുവാദം? കേരളത്തിൽ 4 കല്യാണം കഴിക്കുന്ന മുസ്ലിങ്ങൾ വളരെ കുറവാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, 3, 4 ഒക്കെ ഉള്ളവരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ദേ ആർ എഡ്യൂക്കേറ്റഡ്. അവരങ്ങനെ കല്യാണമൊന്നും കഴിക്കാറില്ല. ബട്ട് സ്റ്റിൽ ദർ ഈസ് എ പ്രൊവിഷൻ. ആ പ്രൊവിഷൻ എടുത്ത് കളയുമെന്ന് പറയുമ്പോൾ ഇവർ ക്ഷോഭിക്കുന്നുണ്ട്. അവർ യൂസ് ചെയ്യുന്നുമില്ല. ബട്ട് ദാറ്റ് പ്രൊവിഷൻ ഹാസ് ടു ബി ദെയർ. അവരുടെ ഭാര്യമാരെ പേടിപ്പിക്കാനായിട്ട് ഈ പ്രൊവിഷൻ അവർക്ക് വേണം. നീ വലിയ ആളുകളിലേക്കൊന്നും വേണ്ട, ഞാൻ വേറൊരുത്തിയെ കൂടെ കെട്ടിക്കൊണ്ടുവരും ഇവിടെ ലെജിറ്റിമേറ്റ്ലി. നിയമം എൻ്റെ കൂടെയാണ്, ഭരണഘടന എൻ്റെ കൂടെയാണ് വേണേ. അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ കാൽച്ചുവട്ടിൽ കിടന്നോളണം എന്ന് പറയാനായിട്ട് ഈ പ്രൊവിഷൻ വേണം. എന്ത് കൊമ്പുണ്ടായിട്ടാണ്? മീശ പോലും ഇല്ലല്ലോ ഇപ്പോൾ ഒറിജിനൽ മുസ്ലിങ്ങൾക്ക്. താടി മാത്രമേ ഉള്ളൂ. മീശ പഠിച്ച് താടി ബ്രൗൺ കളറിൽ. അതെന്ത് ആയിക്കോട്ടെ. ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ കിട്ടുന്നതൊക്കെ അനർഹമായ ആനുകൂല്യമല്ലേ? ആണ്. എന്താ സംശയം? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതവിരുദ്ധമല്ല, മതവിദ്വേഷം ഉണ്ടാക്കുന്നതല്ല, ഒരു തേങ്ങയുമല്ല, ഫാക്റ്റാണ്. വെൻ യു ഗെറ്റ് സംതിങ് വിച്ച് ഈസ് നോട്ട് ഡ്യൂ, then that will be pointed out by others. അതിൽ വർഗീയതയില്ല. അത് പറയാൻ പാടില്ല എന്നല്ലേ പറയുന്നത്? അല്ല, പറയാൻ പാടില്ല എന്ന് ഈ തമ്പരാക്കന്മാർ പറഞ്ഞാൽ പോരല്ലോ. ആർക്കാ എന്താ പറഞ്ഞുകൂടാത്തത്? അങ്ങനെ
ഞാൻ അങ്ങോട്ട് ആജ്ഞാപിക്കണത് ഇന്ന കാര്യങ്ങൾ കേരളത്തിൽ ആരും വേണ്ടി പോകരുത് എന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്ന കാര്യമാണ്. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയാനുള്ളത് വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, ഇവരെ പേടിച്ചിട്ടുണ്ടാകുന്നു ഇരിക്കുന്നില്ല. ഒരു കേസ് വെള്ളാപ്പള്ളിയുടെ തലയിൽ ഇപ്പോഴും ഉണ്ട്, ഡെമോക്രസിൻ്റെ വാൾ. എന്നിട്ടും അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇവർ പേടിപ്പിച്ചു എന്ന് പറയാനുള്ളത് എപ്പോഴും പറയും. അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള 25ാം വാർഷികത്തിന് കലാകുതിക്ക് വേണ്ടി ഒരു കവർ സ്റ്റോറി ചെയ്യാൻ ഞാൻ പോയിരുന്നു. അന്ന് അദ്ദേഹം വളരെ സ്റ്റേണായിട്ട് പറഞ്ഞു ലവ് ജിഹാദ് ഉണ്ടെന്ന്. കേരളത്തിൽ വെള്ളാപ്പള്ളിയെ പോലെ ഇത്ര ഉറപ്പിച്ച് പറഞ്ഞ മറ്റൊരു നേതാവുണ്ടാവില്ല. ക്രിസ്ത്യാനികളിൽ അങ്ങനെ ഒരു നേതാവുണ്ടായി, പാലാ ബിഷപ്പ്. പക്ഷെ പേടിച്ച് കീഴടങ്ങി. വെള്ളാപ്പള്ളി കീഴടങ്ങിയില്ല. വെള്ളാപ്പള്ളി കീഴടങ്ങിയില്ല, അത് വേറെ കാര്യം. കാരണം നടേശൻ മുതലാളി അങ്ങനെ കീഴടങ്ങുന്ന ആളല്ല. പേടിക്കത്തുമില്ല. പറ്റും, എന്ത് പേടിക്കാൻ? ഇത്രയും വയസ്സായി ഇനി ഇപ്പോഴാണ് പേടിക്കാൻ. ആയ കാലത്ത് പേടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് വരാൻ പോടാവില്ല എന്ന് പറയും. അത് നടേശൻ മുതലാളി അങ്ങനെ വരട്ടാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. ബട്ട് നടേശൻ മുതലാളി പറഞ്ഞത് ഈ സത്യമാണ്. ഈ സ്കൂളുകൾ കോളേജുകളൊക്കെ അനുവദിക്കുമ്പോൾ, +2 ബാച്ച് അനുവദിക്കുമ്പോൾ ഇതിലെല്ലാം ഈ സൂത്രത്തിനുള്ള വിവേചനം നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കണക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണക്കെടുത്തിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ്. NSS, SNDP, പിന്നെ വണിക വൈശ്യ സമുദായം, അവർ ചെറിയ നമ്പൂതിരി യോഗക്ഷേമ സഭ, ഇവർക്കുമൊക്കെ സ്കൂള് കോളേജൊക്കെ മിനിമം ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് പക്ഷേ NSSനും SNDPക്കും ആയിരിക്കും. മറ്റ് സമുദായങ്ങൾക്കൊക്കെ ഉണ്ട്. അവർ ജന്മം ചെയ്ത തലകുത്തി മറിഞ്ഞാൽ അവർക്കൊരു ബാച്ച് കൂടുതൽ കിട്ടുക സംഗതി ഒന്നും ചെയ്യില്ല. സുനിൽ നോക്കിക്കഴിഞ്ഞാൽ ലീഗലി ഇറ്റ് വിൽ ബി ഓക്കെ. ഗ്രൗണ്ടിന് വലിപ്പമില്ല, സ്കൂൾ മുറിക്ക് സ്പെസിഫൈഡ് വലിപ്പമില്ല, ജനലൊരെണ്ണം കുറവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ഈ സാധനം കൊടുക്കാത്തത്. പക്ഷേ മറ്റേ കമ്മ്യൂണിറ്റിക്ക് ഇതൊക്കെ ഒന്നും പ്രശ്നമൊന്നുമില്ല, അതങ്ങ് കൊടുക്കും. ഇത് നമുക്ക് ഒരു മതവിവേചനമായിട്ട് എഴുന്നള്ളിക്കാനും പറ്റില്ല. മതം കൊണ്ടല്ല, റൂൾ ഇങ്ങനെയാണ്. എല്ലാം ചട്ടം വെച്ചിട്ടാണ് അവർ കിറ്റക് സാബുവിനെ പൂട്ടിയത്, അല്ലേ? തുപ്പൽ കൊളാമ്പി ചട്ടം വെച്ചിട്ടാണ് പൂട്ടിയത്. അതുകൊണ്ടാണ് ചട്ടപ്പടി സമരം എന്ന് പറയുന്നത്. വർക്ക് ടു റൂൾ അനുസരിച്ചാണെങ്കിൽ ഒരു വർക്കും നടക്കില്ല. അതുകൊണ്ട് അതൊരു പണിമുടക്കായിട്ട് മാറുന്നു ഫലത്തിൽ. അതാണ് ചട്ടപ്പടി സമരം എന്ന് പറയുന്നത്. എല്ലാം ചട്ടപ്പടി മതി എന്ന് വയ്ക്കും. പ്യൂണില്ല, പ്യൂൺ വരട്ടെ, പ്യൂൺ വന്നാൽ ഈ കടലാസ് എടുത്തിട്ട് അടുത്ത മേശപ്പുറത്ത് വയ്ക്കും. അല്ലാതെ ഞാൻ കൈ നീട്ടി അങ്ങോട്ട് വയ്ക്കില്ല. റൂൾ അത് പറയുന്നില്ല. പ്യൂൺ വിൽ കം ആൻഡ് ടേക്ക് എന്നാണ് പറയുന്നത്. ഇതാണ് ചട്ടപ്പടി. അപ്പോൾ ഈ ചട്ടപ്പടിയെ നമുക്ക് നിയമം വെച്ച് തടയാൻ പറ്റില്ല. ഇവർ ഈ ചെയ്തിരിക്കുന്നതൊക്കെ നിയമം വെച്ചിട്ടാണ്. അവരുടെ കാര്യം വരുമ്പോൾ നിയമം കണ്ണടയ്ക്കുകയും ഇവിടെ കണ്ണടയ്ക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതും കൊണ്ട് നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം ജനലില്ല, എന്ത് ചെയ്യും? അല്ല, അവന് ജനലില്ലാതെയും കൊടുത്തു, അത് വേറെ കാര്യം. അത് വേറെ. യു ടെൽ ഈ അഗ്രീവ്ഡ് പാർട്ടിയുടെ പ്രശ്നമാണല്ലോ കോടതിക്ക് മുമ്പിൽ. നമ്മളെ പോക്കറ്റ് അടിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോകുന്നു. സാറേ മറ്റവനും കൂടെ പോക്കറ്റ് അടിച്ചു, അവനെന്താ പിടിക്കാത്തതെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. നീ പോക്കറ്റ് അടിച്ചോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. നീ ശിക്ഷിക്കപ്പെടും. മറ്റവനെ പിടിച്ചില്ല നീ നോക്കേണ്ട കാര്യമില്ല. ഇതാണ് കോടതിയിലെ നിയമം. അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. NSSനോ SNDPക്കോ കോടതിയിലും പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേ ഹാവ് ടു സഫർ. ആകെയുള്ളത് പറയാം. പക്ഷേ ഈ കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ എന്താ കുഴപ്പം? അജിംസിൻ്റെ ചോദ്യമാണ്. മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട് വന്നില്ല എന്നും ഇവരാലോചിക്കട്ടെ. എന്തുകൊണ്ടാണ് വരാഞ്ഞത്? ഈ വലിയ പിടപ്പിക്കൽ പാടില്ല. ഇപ്പോൾ ഈ നടന്ന തെരഞ്ഞെടുപ്പ്, 2024 തെരഞ്ഞെടുപ്പ്, 328 സ്ഥലത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയത്. എത്ര മുസ്ലിം ഉണ്ടായിരുന്നു? 19 സ്ഥാനാർത്ഥികൾ. സമാജ്വാദി പാർട്ടി ഇവരുടെ വലിയ മതേതര നേതാവാണില്ല. അങ്ങേര് കഴിഞ്ഞ തവണ 9 സീറ്റ് കൊടുത്തിരുന്നു മുസ്ലിങ്ങൾക്ക്. ഇത്തവണ കൊടുത്തത് 4. മത്സരിക്കാൻ കൊടുത്തത് 4. വൈ ഇസ് ഇറ്റ് സോ? നിങ്ങളുടെ പ്രാതിനിധ്യം കുറഞ്ഞു വരികയാണ്. നിങ്ങൾ ഈ മുസ്ലിം മുഖ്യമന്ത്രിയെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ നിങ്ങളുടെ പ്രാതിനിധ്യം കുറഞ്ഞു വരും. രാഷ്ട്രീയ പാർട്ടികൾ കുറച്ചുകൊണ്ടിരിക്കും. കേരളത്തിൽ നിങ്ങൾ എത്ര 50 വർഷം 60 വർഷം മുമ്പാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത്. അതിനുശേഷം ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഇല്ലാതെ പോയെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ല. അതിനുശേഷം പലതവണ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുഖ്യമന്ത്രിയായി മാറി പല ടേമിൽ. ചില ടേം മുഴുമിപ്പിച്ചു, ചില ഇടയ്ക്ക് വെച്ചു, എല്ലാം സംഭവിച്ചു. ബട്ട് ദേ വെർ റൂളിങ് ദ റൂസ്റ്റ്. യു ആർ നോട്ട് ദെയർ.
നിങ്ങൾക്ക് എന്തുകൊണ്ട് മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായില്ല? കേരളത്തിൽ മുസ്ലിം ലീഗിന് 20-22 സീറ്റ് വരെ പിടിക്കാവുന്ന മസിൽ പവറുണ്ട്, ആളുണ്ട്, അർത്ഥമുണ്ട്, സാമർഥ്യമുണ്ട്, എല്ലാമുണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി വന്നില്ല എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാതിനിധ്യം ലോക്സഭയിൽ കുറഞ്ഞു വരുന്നു? പ്രാതിനിധ്യം കുറയുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകൾ, അലോട്ട് ചെയ്ത് കിട്ടുന്ന സീറ്റുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് തന്നെ കുറച്ചിരിക്കുന്നു, സമാജ്വാദി പാർട്ടി കുറഞ്ഞിരിക്കുന്നു. 328-ൽ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? ജിസ്കി ജിത്നി ആബാദി ഉസ്കി ഉത്നി ഹിസ്സേദാരി, കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമാണ്. ആർക്കെത്ര ജനസംഖ്യയുണ്ടോ അവർക്കത്രയും ഷെയർ കൊടുക്കും. ഇതാണ് മുദ്രാവാക്യം. കൊടുത്തോ, സ്ഥാനാർത്ഥി നിർണയത്തിലെങ്കിലും കൊടുത്തോ. 15% മുസ്ലിങ്ങളുടെ, അതിൽ കൂടുതലുണ്ടെന്ന് ഞാൻ പോലും പറയാറുണ്ട്. എന്നാലും മിനിമം 15, 2011 സെൻസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 15%. ഓൾ ഇന്ത്യ ലെവലിൽ 328-ൻ്റെ 15% എത്ര? BJP ഞാൻ കൂട്ടുന്നില്ല. BJP സാമദ്രോഹികൾ, മുസ്ലിങ്ങളെ അടുപ്പിക്കാത്തവർ, വിട്ടേക്ക്, അവർ ചെയ്തില്ല. നിങ്ങൾക്ക് പ്രിയപ്പെട്ട കോൺഗ്രസ് ചെയ്തത് എന്താണ്? ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നറിയാമോ? പഴയ പോലെ മുസ്ലിം സ്ഥാനാർത്ഥികളെ കൂടുതൽ നിർത്തിക്കഴിഞ്ഞാൽ പണി പാളും. ഹിന്ദുക്കൾ അപ്പുറത്തേക്ക് കൺസോളിഡേറ്റ് ചെയ്യും. നോക്ക്, UP-യിൽ മായാവതി നിർത്തി, സകല സ്ഥാനാർത്ഥിയും തോറ്റു. മായാവതി നിർത്തിയത് എത്രയാ? 20 പേരെ മുസ്ലിം സ്ഥാനാർത്ഥികൾ. 20-ൽ 20 തോറ്റു, ഇല്ലേ? ദർ വാസ് ഹിന്ദു കൺസോളിഡേഷൻ അഗൻസ്റ്റ് BSP. ഇതാണ് മുസ്ലിങ്ങളെ നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. മുസ്ലിങ്ങൾ, നിങ്ങൾ ഈ സൂത്രത്തിന് വലിയ ആള് കളിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ നടത്തിയ കളിയുണ്ടല്ലോ, അത് നിങ്ങളുടെ തന്നെ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നിലവിളിയാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയാം, കേരളത്തിൽ മുസ്ലിം മുഖ്യമന്ത്രി വേണമെങ്കിൽ സ്ട്രെയിറ്റ് വേ യു അലൈൻ വിത്ത് BJP, ബോൾഡായിട്ട് ഇപ്പം ചെയ്യണം. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ധൈര്യമായിട്ട് ഞങ്ങൾ BJP-യുമായിട്ട് കൂട്ടുകൂടാൻ തയ്യാറാണെന്ന് പറയണം. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2026-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവും. യു വാണ്ട് ദാറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ 2026. സ്റ്റാർട്ട് ദ അലയൻസ് ടുഡേ ബോൾഡ്ലി. ഈ അവന്മാരുടെയൊക്കെ വാക്ക് കേട്ട് ഭയപ്പെടാതിരിക്കുക, ധൈര്യമായിട്ട്. കാരണം 20% വോട്ട് BJP-യുടെ സ്പ്രെഡായിട്ട് കിടപ്പുണ്ട്, 20% നിങ്ങളുടെ കൺസോൾഡായിട്ട് കിടപ്പുണ്ട് മുസ്ലിം ലീഗിൻ്റെ, which will give you total 40%. And you will gain power. ബാക്കിയുള്ള ഈ പുഷ് ചെയ്യാനുള്ള ബാക്കി വോട്ട് സാധാരണ ജനങ്ങൾ ചെയ്യും. ഇവരാണ് ഈ കൂട്ടുകെട്ടാണ് ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ തുരുതുര വോട്ട് ചെയ്യും. ആൻഡ് ഈ രണ്ട് പാർട്ടികളും സാധാരണഗതിയിൽ നിലപാട് മാറ്റാത്തവരാണ്. ഇവിടെ ചില്ലറ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായ നിലപാടുകൾ മാറ്റം ഉണ്ടാവില്ല. മേക്ക് എ കോമൺ മിനിമം പ്രോഗ്രാം, പുട്ട് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ, ഫൈറ്റ് ദ ഇലക്ഷൻ. പഞ്ചായത്ത് ഇലക്ഷനിൽ ആദ്യം ഫൈറ്റ് ചെയ്യുക, കുറേ ജയിക്കും, കുറേ തോക്കും, ഇവിടെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. ബട്ട് 26-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൃത്യം ധാരണയുണ്ടാക്കുക. BJP-യും അത് പാലിക്കണം. ആദ്യമായിട്ട് മുഹമ്മദ് ഗോയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ ഞങ്ങൾ BJP-ക്കാർ കൊടുക്കുന്നു. ഡു ദാറ്റ്. ഡു യു ഹാവ് ദ ഗട്ട്സ്? നിങ്ങൾ ഈ വേണ്ടാത്ത പഴയ ബാഗേജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കള. യു ആർ ഫ്രീ പീപ്പിൾ. ദർ ഇസ് നത്തിങ് റോങ്. BJP ആണെങ്കിൽ PDP-യുമായിട്ട്, അതിലും വലുതൊന്നും അല്ല മുസ്ലിം ലീഗ്, PDP-യുമായിട്ട് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയവരാണ്. എന്നിട്ട് അത് വർക്ക് ചെയ്തില്ല. 1.5 വർഷം നിന്നു. അത് കഴിഞ്ഞപ്പോൾ പോയി ശരി. ബട്ട് കേരളത്തിൽ നിങ്ങൾക്ക് മുസ്ലിം മുഖ്യമന്ത്രി വേണമെങ്കിൽ നിങ്ങൾക്കുള്ള ഏകമാർഗം BJP-യുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. ഇനി BJP-യുടെ തലയിൽ ഇത് കയറുമെന്ന് എനിക്കറിയില്ല. ഇവരുടെ തലയിലോ കയറുന്നില്ല, അവരുടെ തലയിൽ കയറുമോ അതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്തോ ഇത് ലീഗാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പഴയ കാര്യം പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ അങ്ങനെ ഇടാം, അങ്ങനെ കിടക്കും. അതല്ല പഴയ കാര്യങ്ങൾ. ഗതം സർവം ഉപേക്ഷണീയം, ആയാതം അപേക്ഷണീയം എന്ന് പറയും സംസ്കൃതത്തിൽ. പോയത് പോട്ടെ, കഴിഞ്ഞു. യു കനോട്ട് ഗോ ആൻഡ് റെക്ടിഫൈ ദാറ്റ്. നിങ്ങൾക്ക് ഇന്നലെ നടന്ന ഒരു സംഭവം റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ? യു കനോട്ട്. അത് കഴിഞ്ഞു ഇന്നലെ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇന്നലകൾ കഴിഞ്ഞു. ആ വാതിലങ്ങ് അടച്ച് കുറ്റിയിടുക, മുന്നോട്ട് നോക്കുക. ഇങ്ങനെയേ മനുഷ്യ സമാജം മുന്നോട്ട് പോയിട്ടുള്ളൂ. അല്ലാതെ ഇന്നലകളെ ഓർത്ത് പരിതപിച്ചിരിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കാൻ അവനൊരു ചരിത്രം ഉണ്ടാവില്ല. ചരിത്രം സൃഷ്ടിക്കാൻ തീരുമാനിച്ചിറങ്ങണം. ചരിത്രം തന്നെ ഉണ്ടാവില്ല, നിങ്ങളെ അത് കടന്നു പോകും.
വേറെ ആരെങ്കിലും മിടുക്കന്മാർ ചരിത്രം സൃഷ്ടിക്കും. സോ പ്ലീസ് ടേക്ക് മൈ വേർഡ്സ് വെരി സീരിയസ്ലി. അല്ലാതെ മുസ്ലിം മുഖ്യമന്ത്രി ഇല്ല കരഞ്ഞുകൊണ്ടിരിക്കും. 2026 CPM-ലൂടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അജിംസൊക്കെ ഇരിക്കുന്നത്. കിട്ടുമെങ്കിൽ. പക്ഷേ എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ സിറാജ് മുഖപ്രസംഗം എഴുതിയാൽ വെള്ളാപ്പള്ളി പേടിക്കുമെന്നൊക്കെ കരുതിയാൽ അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം വെള്ളാപ്പള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ചേർത്തലയിൽ വെച്ച് മുതുകിൽ വടിവാൾ കൊണ്ട് വെട്ടിപ്പിളർന്നിട്ട് അത് മുറുകുടി വന്നൊരു വെള്ളാപ്പള്ളിയുണ്ട്. അദ്ദേഹത്തെയാണ് എഡിറ്റോറിയൽ എഴുതി പേടിപ്പിക്കുന്നത്. ഈ ഇതുപോലത്തെ പൊങ്ങച്ചം നടേശ മുതലാളി പറഞ്ഞു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇത് പറയാറൊന്നുമില്ല. അല്ല, ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരുന്നു, പൊങ്ങച്ചല്ല, നടന്ന സംഭവം പറഞ്ഞത്. ഇപ്പോൾ ഞാനും അദ്ദേഹത്തോട് പലതവണ സംസാരിച്ചിട്ടുണ്ടല്ലോ. പൊങ്ങച്ചൊന്നും പറയുന്നൊന്നുമില്ല, പച്ച പ്ലെയിനായിട്ട് സംസാരിക്കും. ജീവിതാനുഭവങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. എനിക്കിതിലൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചേർത്തല ഭാഷ ഒരല്പം പോപ്പുലറാക്കിയത് രണ്ടുപേരാണ്. ഒന്ന് സിനിമയിൽ രാജൻ പി ദേവ്, വേറൊന്ന് ഈ പൊതുകാര്യങ്ങളിൽ രാഷ്ട്രീയത്തിലടക്കം വെള്ളാപ്പള്ളി നടേശൻ. ചേർത്തല ഭാഷ അത്ര കേൾക്കാൻ സുഖമുള്ളൊരു ഭാഷയാണ്. ഞാൻ ചേർത്തലക്കാരനാണെങ്കിൽ കേട്ടതാണ്. അപ്പോൾ അത് പക്ഷേ ഇവർ രണ്ടുപേരും അത് വളരെ പോപ്പുലറാക്കി. അപ്പോൾ അങ്ങനെയുള്ള നടേശൻ മുതലാളി എന്ന് ഞങ്ങളുടെ കാർന്നോർക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ ഇന്ദ്രയും ചന്ദ്രയും ഊരിപ്പിടിച്ച കത്തിലൂടെ ഇതുപോലത്തെ ഏർപ്പാടൊന്നും പുള്ളിക്കില്ല. പിന്നെ ഒരുപക്ഷെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ നടന്നതാണെങ്കിൽ പോലും പുള്ളി അതൊന്നും പറയുന്നില്ല. അവൾ പ്രസിദ്ധീകരിച്ചത് പുള്ളിയുടെ അനുഭവങ്ങൾ. വെരി ഗുഡ്. ഏതായാലും അങ്ങനെ പേടിക്കുന്ന ആളല്ല വെള്ളാപ്പള്ളി ഇനിയും പറയും. യെസ്. പക്ഷെ BJP-ക്കാർക്ക് പറയാൻ പറ്റുന്നില്ല, അതാണ് പരാജയം. അല്ല, അത് പരാജയമല്ല, അവർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ആ ഫീൽഡ് അവർ അവഗണിച്ചിട്ടിരിക്കുന്നു, അതുകൊണ്ട് പഠിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.